ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സോഫ്റ്റും ടേസ്റ്റും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് കുതിർത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരി നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു സ്ട്രെയിനറിലേക്ക് അരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറും പിന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈസ്റ്റ് ഇടുന്നതിന് പകരം സോഡാപ്പൊടിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി തന്നെ മാവ് അരച്ച് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായി ഒരു പാനോ തവയോ ചൂടാക്കി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ ചുട്ടെടുക്കുക. ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ സോഫ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു അപ്പമാണ്. ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടെയും കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.